നിങ്ങൾ വയലൻസ് മോഡിലുള്ള സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും മാർവൽസ് ഹിറ്റ് മങ്കി എന്ന് പറയുന്നത്. 2 സീസണിലായിട്ട് 20 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന 5-10 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. പക്ഷേ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ ലാസ്റ്റ് എപ്പിസോഡിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ കുറേ കാലം മുമ്പ് ഇത് ഇറങ്ങിയ സമയത്ത് കാണാനായിട്ട് നോക്കിയിട്ട് എനിക്കങ്ങോട്ട് ഒന്ന് കണക്റ്റ് ആയില്ല. കാരണം ഹിറ്റ് മങ്കി എന്നുള്ളത് ഒരു മങ്കിയുടെ ഒരു കുരങ്ങിൻ്റെ തന്നെയാണ്. അതായത് ഒരു ഹിറ്റ്മാൻ ഉണ്ടായിരുന്നു, ബ്രൈസ് എന്ന് പറയുന്ന ഹിറ്റ്മാൻ ഒരു മിഷന് പോകുന്ന സമയത്ത് ഹിറ്റ്മാൻ അതിനെ കൊല്ലുന്നു. ആ ഹിറ്റ്മാൻ്റെ ഗോസ്റ്റ് ഈ ഒരു മങ്കിയുടെ ദേഹത്ത് കയറുന്നതും ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു. ഈ മങ്കിയുടെ എൻ്റെ ട്രൈബിനെ ഇവർ കൊല്ലുകയാണ്, ഈ ഹിറ്റ്മാനെ കൊല്ലാൻ വന്ന ആളുകൾ കൊല്ലുന്നു. അങ്ങനെ ഈ ഒരു മങ്കി റിവെഞ്ച് എടുക്കാനായിട്ട് പോകുന്നതാണ് സ്റ്റോറി. അപ്പം ആദ്യം എനിക്ക് മങ്കിയുടെ കോൺവെർസേഷൻ നമുക്ക് മനസ്സിലാവില്ല. മങ്കിക്ക് ഹ്യൂമനിൽ സംസാരിക്കാൻ പറ്റില്ല. ആകെ മങ്കി പറയുന്ന സംസാരം മനസ്സിലാവുന്നത് ബ്രൈസ് പറയുന്ന ഗോസ്റ്റിന് മാത്രമാണ്, ഈ ഹിറ്റ്മാൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് സീസൺ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ട്. അപ്പം ഇരുന്ന് ഒരു 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു കണക്ഷൻ വന്നപ്പോൾ പിന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് ഓരോ എപ്പിസോഡും പോകുന്നത്. അതായത് ക്ലിഫ് ഹാങ്ങറാണ് ഓരോ എപ്പിസോഡിലും. അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ട് തോന്നി. മങ്കി എന്നൊക്കെ പറഞ്ഞാൽ കീഴിലെന്നതാണ്. നമ്മൾ ഒരു ഹിറ്റ്മാനും കാണാത്ത അത്രയും കോൺഫിഡൻസും സ്കില്ലും ഉള്ളൊരു മങ്കിയാണിത്. ഈ മങ്കി അതായത് ആദ്യം ടോക്കിയോയിൽ നിന്നിട്ട് അവിടുത്തെ എൻ്റെ ഈ ഒരു ഗ്യാങ്ങിനെ തന്നെ ഇവർ കൊല്ലുന്ന, ഈ മങ്കി ഹിറ്റ്മാനും കൂടെ കൊല്ലുന്നതും പിന്നെ കുറേ കണക്ഷൻസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ആരാണ് ഈ ഒരു ഹിറ്റ് കൊടുത്തതെന്നുള്ളതൊക്കെ കണക്ട് ചെയ്ത് പോകുന്നതാണ് ഈ സ്റ്റോറി കാണിക്കുന്നത്. ഫസ്റ്റ് സീസൺ ഭയങ്കര രീതിയിൽ കൊണ്ടുപോയിട്ട് കിടിലൻ ക്ലിഫ് ഹാങ്ങറിലൊക്കെ കൊണ്ടു നിർത്തുന്നു. അപ്പം സെക്കൻഡ് സീസൺ എനിക്ക് ഫസ്റ്റ് സീസണാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് സീസണേക്കാളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സീസൺ കുറച്ചുകൂടെ ഭയങ്കര സൂപ്പർ പവർ, അതായത് ഹെല്ലിൽ നിന്ന് ഡബിള് വരുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മറ്റേത് പക്കാ ഹിറ്റ്മാൻ സാധനമാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഒരു കാര്യമില്ലാതെ ഒരു നല്ലൊരു ക്യാരക്ടറിനെ പിടിച്ച് വില്ലത്തിയാക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചു പോകുന്നത് അങ്ങനെ എന്തൊക്കെയോ സെക്കൻഡ് സീസണിലുണ്ട്. പക്ഷേ സെക്കൻഡ് സീസൺ ഇത് തന്നെയാണ്, എൻഗേജിംഗ് ആയിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ പോകുന്നത്. അതിനിടയ്ക്ക് ഈ ഒരു ബ്രൈസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഫസ്റ്റ് സീസണിൽ ഇത് തിരിച്ച് ഹെല്ലിൽ പോകുന്നുണ്ട്. ബ്രൈസ് ഈ ഒരു മിഷൻ കഴിയുമ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ ഡബിളുമായിട്ടൊരു ഡീലായിട്ട് തിരിച്ചു വരുന്നത്, ഹ്യൂമൻ ഫോം കിട്ടുന്നത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് സീസണിൻ്റെ ക്ലൈമാക്സ് എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു തേർഡ് സീസൺ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സെക്കൻഡ് സീസൺ കഴിഞ്ഞപ്പം. പക്ഷേ ഭയങ്കര രസകരമായിട്ട് കൊണ്ടുവന്നതാണ് ഓരോ എപ്പിസോഡും. ഈ സൂപ്പർ പവർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ സാധനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കിടിലം ഫൈറ്റ് സീനുകളാണ്. ഒരു അനിമേറ്റഡ് സീരീസിന് കൊടുക്കാൻ പറ്റുന്ന അത്രയും ഗംഭീര സാധനമാണ് കൊടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഗോസ്റ്റും കുറച്ച് പ്രേതങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കാണുകയെന്നുണ്ടെങ്കിൽ ഒരു കിട്ടുന്ന സാധനമാണ് ഇത്. അഡൾട്ട് സീരീസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അഡൾട്ട് സീരീസാണ്. അഡൾട്ട് ഇൻ ദ കേസ് ഓഫ് വയലൻസും ബ്ലഡ് ഷെഡുമാണ്, അല്ലാണ്ട് ന്യൂഡിറ്റി സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ചോര കൊണ്ടൊരു കളിയാണ്. കാരണം ആദ്യത്തെ എപ്പിസോഡിൽ വെടി തുടങ്ങുന്നതാണ്, ലാസ്റ്റ് എപ്പിസോഡിൽ വെടി തീരത്തില്ല. അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഓരോ എപ്പിസോഡുകളാണ്. 22 മിനിറ്റ് 23 മിനിറ്റാണ് ആകെ ഒരു എപ്പിസോഡുള്ളത്. നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡിലും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മങ്കി എങ്ങനെ ഓരോരിടത്തും പോകുന്നു, മങ്കി എങ്ങനെ ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നു, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ച് പോകുന്ന ഒരു അടിപൊളി സീരീസാണ് ഹിറ്റ് മങ്കി. മാർവൽസ് ഹിറ്റ് മങ്കി എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഹുലുവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആക്ച്വലി നെറ്റ്ഫ്ലിക്സിലായിരുന്നു ആദ്യം മാർവലിൻ്റെ കുറേ സീരീസുകളുണ്ടായിരുന്നത്. ഇപ്പോൾ ഹുലുവിലുണ്ട്. ഇങ്ങനെ കുറേ, അതായത് അൺപോപ്പുലർ മാർവൽ സീരീസുകളുണ്ട് കുറേ. ഹിറ്റ് മങ്കി ഒന്നും എങ്ങനെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതുമല്ല. പക്ഷേ ഒരു ഭയങ്കര രസകരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സീരീസ് ആയിരിക്കും ഹിറ്റ് മങ്കി എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് മാർവലിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറിന് നമുക്ക് ലൈവ് ആക്ഷൻ ഒന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സെക്ഷനായിരിക്കും ഹിറ്റ് മങ്കി എന്നൊക്കെ പറയുന്നത്. അപ്പം ഭയങ്കര രസകരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഹുലുവിൻ്റെ ഒരു ബെസ്റ്റ് സീരീസ് എന്നൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റുന്ന സാധനമായിരിക്കും മാർവൽ ഹിറ്റ് മങ്കി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും പോയി കാണുക. നിങ്ങൾക്ക് വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സീരീസ് ഇഷ്ടപ്പെടും. എൻ്റെ 100% ഗ്യാരണ്ടിയാണ്. കാരണം അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ടുണ്ട്. ഞാൻ 2 ദിവസം കൊണ്ടാണ് ഈ സാധനം കണ്ടു തീർത്തത്. എൻ്റെ ഒരു സാധനം ഞാൻ കണ്ടു തീർത്തത് അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ട്. ഒരു 2 എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പടപെടാവുന്ന കാര്യങ്ങൾ തീരും. അപ്പോൾ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റായിട്ട് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.